നമസ്കാരം. വിമത സൈന്യം സിറിയ പിടിച്ചെടുത്തതിനെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും ഇപ്പോൾ റഷ്യയിലാണ്. അതിനിടെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, അസദിൻ്റെ ഭാര്യയായ അസ്മ വിവാഹമോചനം ആവശ്യപ്പെട്ട് റഷ്യയിലെ കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നാണ്. അറബ് തുർക്കിഷ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയിലെ ജീവിതത്തിൽ അസ്മ തീരെ തൃപ്തയല്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രകോപനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോഴും ലഭ്യമല്ല. 49-കാരിയായ അസ്മ റഷ്യൻ കോടതിയിൽ വിവാഹമോചന അപേക്ഷ ഫയൽ ചെയ്ത് മോസ്കോ ഉടൻ പ്രത്യേക അനുമതി തേടിയിരിക്കുകയാണ്. അപേക്ഷ റഷ്യൻ അധികാരികൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടനിലാണ് അസ്മ ജനിച്ചു വളർന്നത്. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അസ്മ JP മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ വലിയ പദവികൾ വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അസ്മയാണ് അസദിനെ കൊണ്ട് അഴിമതി നടത്തിയ പണമെല്ലാം റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിക്ഷേപിക്കാൻ ഉപദേശിച്ചത് എന്നുള്ള ആരോപണങ്ങളും പലപ്പോഴും ഉയർന്നിരുന്നു. അവരുടെ അത്യാഡംബര ജീവിതത്തെക്കുറിച്ചും പാശ്ചാത്യ ശൈലിയിലുള്ള ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ തന്നെ പലപ്പോഴും സിറിയയിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കുറേ നാൾ മുമ്പാണ് അസ്മ അർബുദബാധിതയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബ്ലഡ് ക്യാൻസറാണ് അവർക്ക് എന്നും ഇപ്പോൾ രോഗാവസ്ഥ അതീവ ഗുരുതരമായി മാറിയിരിക്കുകയാണ് എന്നും വാർത്തകൾ പിന്നീടും പുറത്തു വന്നിരുന്നു. വിമത മുന്നേറ്റം ശക്തമായപ്പോൾ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെടുന്നതിനും ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെയാണ് അസ്മ റഷ്യയിലേക്ക് പോയത്. ഒപ്പം അവരുടെ 3 മക്കളും കൂടി ഉണ്ടായിരുന്നു. 25-ാമത്തെ വയസ്സിലാണ് JP മോർഗനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർ അസദിനെ കണ്ടുമുട്ടുന്നതും പിന്നീട് ഇവർ വിവാഹിതരാകുന്നതും. അസദ് അന്നൊരു ഡോക്ടറായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് പിതാവിൻ്റെ മരണത്തെ തുടർന്നാണ് സിറിയയിലെത്തി അദ്ദേഹം ഭരണാധികാരിയാകുന്നതും. പിന്നീട് അസ്മയും അവിടുത്തെ ഭരണകാര്യങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി മാറിയതും. വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ തന്നെ പാശ്ചാത്യ ശൈലിയിൽ വസ്ത്രവിധാനം ചെയ്ത് വളരെ തിളങ്ങുന്ന വ്യക്തിത്വമായി അസ്മ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു തന്നെ നിന്നിരുന്നു. എന്നാൽ ഈ ദമ്പതികൾ രാജ്യം കട്ടുമുടിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉയരുകയായിരുന്നു. ഇവരുടെ മക്കളെല്ലാം തന്നെ ഇപ്പോൾ പഠിക്കുന്നത് റഷ്യയിലാണെന്നാണ് കരുതപ്പെടുന്നത്. സിറിയയിൽ നിന്ന് കടത്തിയ ടൺ കണക്കിന് നോട്ടുകെട്ടുകൾ ഉപയോഗിച്ചാണ് റഷ്യയിൽ അസദ് കുടുംബം വലിയൊരു സാമ്രാജ്യം തന്നെ പണിത് ഉയർത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 20ഓളം അപ്പാർട്ട്മെൻറ്റുകൾ, അതും അത്യാഡംബര അപ്പാർട്ട്മെൻറ്റുകൾ ഇവർക്ക് റഷ്യയിൽ സ്വന്തമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അസ്മ ഇപ്പോൾ പെട്ടെന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തമല്ല. ഒരുപക്ഷേ ഇതിൻ്റെ പിന്നിലും എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ എന്നും പലരും സംശയിക്കുന്നുണ്ട്. റഷ്യ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയെങ്കിലും അയാളുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മോസ്കോ വിട്ടുപോകാനോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഒന്നും തന്നെ അസദിന് റഷ്യൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 270 കിലോ സ്വർണം, $2 ബില്യൺ മോസ്കോയിലെ അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ ഉൾപ്പെടെ ബാഷർ അസദിൻ്റെ പണവും സ്വത്തുക്കളും എല്ലാം തന്നെ റഷ്യൻ അധികൃതർ മരവിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വൻതോതിലുള്ള അഴിമതി നടത്തിയ ഒരു രാജ്യത്തെ മുഴുവൻ മുടിപ്പിച്ച ഒരു ഭരണാധികാരിക്ക് രാഷ്ട്രീയ അഭയം നൽകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളുൾപ്പെടെ നിരവധി പേർ ഇക്കാര്യത്തിൽ റഷ്യക്കെതിരെ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ കൊള്ളയടിച്ച പണം കൊണ്ട് ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് എത്തി അവിടെ ആഡംബര ജീവിതം നയിക്കുന്നത് അനുവദിക്കുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം മോശമായൊരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അസദിൻ്റെ മേൽ ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ പുടിൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുടിനുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു അസദ്. വിമതർ സിറിയ ആക്രമിക്കുന്ന സമയത്തും റഷ്യ തന്നെ സഹായിക്കാൻ എത്തുമെന്ന് തന്നെയാണ് അസദ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ റഷ്യ ആകട്ടെ ഇപ്പോൾ യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഏതായാലും അസദ് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഭാര്യ കൂടി കൈവിടുന്നതോടെ അസദിൻ്റെ ഒരുപാട് ആസ്തികൾ ഒരുപക്ഷെ അവരുടെ പേരിലായിരിക്കാനും സാധ്യതയുണ്ട്. വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലും മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അസ്മ അത്രയും ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവർ അതീവ ഗുരുതരമായ രോഗാവസ്ഥയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.